നമസ്കാരം. കോൺഗ്രസ് എന്ന പാർട്ടി പ്രസ്ഥാനത്തിന് അധികാരത്തോടുള്ള ആർത്തിയും പാർട്ടിക്കുള്ളിലെ കുത്തിത്തിരിപ്പും യോജിക്കാത്ത നിലപാടുകളാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസിനെ കേവലം 3 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാക്കി ഒതുക്കിയിരുത്തിയിരിക്കുന്നത്. അതേ കോൺഗ്രസിന്റെ തകർച്ചയിൽ നിന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ വളർച്ചയും സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ തുടർച്ചയായ 2ാം തവണയും ഭരണം നടത്തിയ ബി.ജെ.പി 3ാം ഊഴം ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങിയപ്പോൾ അതിനെ എന്ത് വില കൊടുത്തും തടയണം എന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു വിശാല മുന്നണി തന്നെ രൂപീകരിക്കാൻ തയ്യാറെടുത്തു. അതിന്റെ പേരാണ് ഇന്ത്യ മുന്നണി. ഈ പാർട്ടി രൂപീകരിക്കാൻ ചുക്കാൻ പിടിച്ചത് ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ തന്നെ വീണ്ടും ബി.ജെ.പി പാളയത്തിലേക്ക് തിരിച്ചുപോയതും അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ തന്നെ പിടിച്ചു കുലുക്കിയെന്ന് തന്നെ പറയണം. നിതീഷും അദ്ദേഹത്തിന്റെ പാർട്ടിയും ബി.ജെ.പിയിലേക്ക് പോയെങ്കിലും രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. ഒരു സംഖ്യത്തിലും ഉൾപ്പെടുത്താതെ മാറി നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസും ഒറീസയിലെ ബിജു ജനതാദളുമാണ്. വോട്ടെണ്ണൽ 4ാം തീയതിയിൽ ആരംഭിക്കാനിരിക്കെ ഒറ്റക്കെട്ടായി ആദ്യം നിൽക്കേണ്ട മുന്നണിയാണ് ഇന്ത്യ മുന്നണി. ഒരു തരത്തിലുമുള്ള ഭിന്നതയും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നതും അത് നോക്കേണ്ട പ്രധാന ഉത്തരവാദിത്വവും കോൺഗ്രസ് എന്ന പാർട്ടി പ്രസ്ഥാനത്തിന് തന്നെയാണ്. എന്നാൽ അധികാരമോഹത്താൽ ആ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ കോൺഗ്രസ് മറന്നിരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി താൻ കാണുന്നുവെന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തുറന്നു പറഞ്ഞത് ജൂൺ 1-നാണ്. എവിടെയെങ്കിലും വിജയിക്കുമെന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ കോൺഗ്രസിന് അധികാരത്തിന് വേണ്ടി പരക്കം പായുകയാണ് നേതാക്കൾ. അപ്പോൾ തന്നെ അധികാര കസേരയ്ക്ക് വേണ്ടി അടിയും തുടങ്ങും. ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ യോഗം തുടങ്ങുന്നതിന് മുമ്പാണ് മല്ലികാർജ്ജുന ഖാർഗെ ഈ ഒരു പ്രസ്താവന നടത്തിയത്. അധികാരം മാത്രം മോഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നത്. തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ഇന്ത്യ മുന്നണി യോഗം ചേർന്ന് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്താൽ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ച പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് തന്നെ പ്രധാനമന്ത്രി ആകണമെന്ന ഒരു നിർബന്ധവും കൂടി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നില പരിങ്ങലിലാണ്. കോൺഗ്രസിൽ നിന്നും പ്രധാനമന്ത്രി വരട്ടെ എന്ന് മറ്റു പ്രതിപക്ഷ പാർട്ടികൾ സമ്മതിച്ചു എന്നിരിക്കട്ടെ, അപ്പോഴും രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയായി വരണമെന്നില്ല. ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടികൾ ഇപ്പോഴും രാഹുലിന്റെ നേതൃത്വം അംഗീകരിക്കുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഈ തിരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ കിട്ടിയാൽ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് സന്തോഷിക്കേണ്ട കാര്യം തന്നെ ഉണ്ടാകില്ല. കാരണം ഇന്ത്യ മുന്നണി എന്ന പേര് കൊണ്ടാണ് രാഹുൽ ചിലപ്പോൾ റായ്ബറേലിയിൽ വരെ വിജയിച്ചു എന്ന് വരാം. ഇന്ത്യ മുന്നണി എന്ന പേര് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് കുറച്ചെങ്കിലും സീറ്റ് കിട്ടുക എന്ന് തന്നെ എടുത്തു പറയണം. മല്ലികാർജ്ജുന ഖാർഗെ രാഹുലിനെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയത് തന്നെ മറ്റ് പ്രതിപക്ഷ നേതാക്കൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. 3ാമത് മോദി അധികാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി തന്നെ പിളരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് കാണാം. കാരണം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ചിലപ്പോൾ ബി.ജെ.പിയിലേക്ക് ചേക്കേറാനും സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് എല്ലാ തിരഞ്ഞെടുപ്പിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാലും ഒന്നും അത്ഭുതപ്പെടേണ്ട കാര്യം തന്നെയില്ല. കോൺഗ്രസ് അധികാരമോഹികളായി നിൽക്കുമ്പോൾ അപ്പോഴും ബി.ജെ.പിയുടെ വളർച്ച നമുക്ക് പോലും ഊഹിക്കാൻ കഴിയാത്ത അത്രയേറെ ഉയരത്തിൽ ബി.ജെ.പി വളർന്നുകൊണ്ടേയിരിക്കും. ഒരർത്ഥത്തിൽ ബി.ജെ.പി ഭാരതം മുഴുവൻ കാവി പുതയ്ക്കുമെന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല. അതാണ് ഇന്നലത്തെ എക്സിറ്റ് പോളുകളിൽ നമ്മൾ കണ്ടത്. ബി.ജെ.പിയുടെ ഒരു സമുദ്ര അടി അല്ലെങ്കിൽ ഒരു തിര അടി തന്നെ നമ്മൾ ഇന്നലെ കണ്ടു.